BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യമുയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മെഗാ അദാലത്ത് സംഘടിപ്പിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, C സദാനന്ദൻ മാസ്റ്റർ, BJP ദേശീയ ഉപാധ്യക്ഷൻ MP അബ്ദുള്ളക്കുട്ടി എന്നിവർ നേരിട്ടാണ് ജനങ്ങളുടെ പരാതികൾ കേട്ടതും പരാതികൾ സ്വീകരിച്ചതും. ഭരണപരാജയത്തിന്റെയും വികസന മുരടിപ്പിന്റെയും പ്രതീകമായി മാറിയ കേരളത്തിൽ ജനങ്ങളെ കേൾക്കാൻ ഇനി BJP ഉണ്ടാകും എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 10 വർഷം മുമ്പുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നതാണ് ഒരു MLA-യുടെ കർത്തവ്യം. ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരുടെയും വികസനമാണ്. ഉപദേശിക്കലും വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ തിരിക്കലുമല്ല MLA-യുടെ കടമ. 10 കൊല്ലമായി ഇവിടെ മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് താല്പര്യവുമില്ല. എവിടെ നോക്കിയാലും വിവാദം മാത്രമാണെന്നും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും BJPക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. മെഗാ അദാലത്തിലേക്കും ജനസംഗമത്തിലേക്കും ആയിരങ്ങളാണ് എത്തിയത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും പരാതികളും പ്രത്യേകമായാണ് നേതാക്കൾ കേട്ടത്. ധർമ്മടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മറ്റ് സ്ഥലത്തു നിന്നും വികസനം നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി 10 കൊല്ലമായ ഒരു MLA, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, സന്തോഷമല്ല. സങ്കടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒരു MLA അല്ല, 95 MLA-മാരാണ് ഈ അസംബ്ലിയിൽ ഇരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഇതെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മുമ്പ് വിവാദങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെ മുമ്പോട്ട് വയ്ക്കാൻ ഈ രണ്ട് പാർട്ടിയും, കോൺഗ്രസും CPM-ഉം കഴിയുന്നു. ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധർമ്മടം MLA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇന്ന് 3000 പേരെ ഞങ്ങൾ എല്ലാവരും കണ്ടു. ഈ അദാലത്തിൽ വന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? പട്ടയം, വീട്, കുടിവെള്ളം, തൊഴിൽ. ഇതാണോ ദാരിദ്ര്യമുക്ത സംസ്ഥാനം? ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്, വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ആ കോൺസ്റ്റിറ്റ്യുവൻസി നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയം. അതിനുവേണ്ടി 24 മണിക്കൂർ 365 ദിവസം അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാര്. നമ്മളെ കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം. സാധാരണക്കാരന്റെ ഒരു സാധാരണ പ്രശ്നങ്ങൾ, ആരോഗ്യം, ഭക്ഷണം, വിദ്യാഭ്യാസം, ഇതെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ 140 MLA-മാരാണ് ഈ സംസ്ഥാനത്തിൽ. ഏറ്റവും വലിയ MLA ആണ് ഇവിടെ, മുഖ്യമന്ത്രിയായ MLA. 10 കൊല്ലം ഭരിച്ചു, വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി. പക്ഷെ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഇലക്ഷന്റെ 30 ദിവസം മുമ്പേ എന്താണ് ചർച്ച? MLA പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇറാന്, ഗാസ, ഇതെല്ലാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കടമയല്ലേ? അത് ഒരു MLA ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി അല്ലേ? ഗാസ, ഇറാൻ, സിറിയ, അതെല്ലാം പിന്നെ നോക്കാം.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.